ഹലോ, ഇന്ന് നമുക്കൊരു ആനിവേഴ്സറി കേക്ക് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്ലൂബെറി ആണ് കേട്ടോ. ബ്ലൂബെറി ഇങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഡെക്കറേഷൻ പർപ്പസിന് മാത്രമാകുമ്പോൾ ബ്ലൂബെറി വാങ്ങിക്കുക എന്നുള്ളത് നമുക്കും കസ്റ്റമറും അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ബ്ലൂബെറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ ആ ഫൈനൽ ലുക്കിൽ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ആ ഒരു റെഫറൻസ് ആണ് നമുക്ക് നമ്മുടെ കസ്റ്റമർ അയച്ചു തന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 25th ആനിവേഴ്സറി എന്നുള്ള ടോപ്പർ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെക്കേണ്ടതുകൊണ്ട് നമുക്ക് സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് അങ്ങോട്ട് റിമൂവ് ചെയ്തു. പിന്നെ ഇത് മുകളിൽ ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് കൊടുക്കുകയാണ്. ഇത് ന്യൂട്ടെല്ല ഫ്ലേവറിൽ വന്നിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. പിന്നെ നോസിൽ വെച്ചിട്ട് ഇതുപോലെ പ്ലസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൽ ബ്ലൂബെറിയും അതുപോലെ സ്ട്രോബെറിയും കൂടെ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ചില വർക്കുകളൊക്കെ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ മോഡലുകൾ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മോഡൽ. അപ്പോൾ കസ്റ്റമർ അത് അയച്ചു തന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്ലൂബെറിയും കൂടെ വെച്ചപ്പോൾ ഉണ്ടല്ലോ കേക്കിൻ്റെ ആ മൊഞ്ച് നന്നായിട്ട് അങ്ങോട്ട് കൂടിയിട്ടോ. അത് കഴിഞ്ഞ് ഈ ടോപ്പിൽ ഈ ഫോട്ടോസും കൂടെ ഹാങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതായിരുന്നു. ഒന്നുകൂടെ ഇപ്പോൾ മൊഞ്ച് കൂട്ടാന്ന് ചോദിച്ചാൽ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം.